ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുതിരമാളിക അല്ലെങ്കിൽ പുത്തൻ മാളിക എന്നറിയപ്പെടുന്ന പാലസിലേക്കാണ്. നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ട് ഈ പാലസ് സന്ദർശിക്കാതെ പോയവരായി ആരും തന്നെ ഉണ്ടാകില്ല. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സംഗീത ചക്രവർത്തിയായ സ്വാതി തിരുനാൾ മഹാരാജാവാണ് ഈ പാലസ് ബിൽഡ് ചെയ്തത്. കുതിരമാളിക എന്ന പേര് വരാൻ കാരണം ഇവിടുത്തെ ഈ വാതിലുകളുടെ മുകളിലായി ഒറ്റ മരത്തിൽ തീർത്ത ഒരേപോലെയുള്ള 122 കുതിരകളുടെ രൂപങ്ങളാണ്. ഈ പാലസിൻ്റെ ആർക്കിടെക്ചറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പാലസ് വിസിറ്റ് ചെയ്യാൻ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പെർമിഷനും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എല്ലാം അലൗഡ് ആയിട്ടുള്ളൂ. സ്വാതി തിരുനാൾ മഹാരാജാവ് സംഗീതപ്രിയനായതുകൊണ്ട് തന്നെ ഇവിടെയാണ് അദ്ദേഹം തൻ്റെ പ്രശസ്തമായ പല കീർത്തനങ്ങളും കൃതികളും രചിച്ചത്. ബെൽജിയൻ മിറേഴ്സ്, പ്രഷ്യസ് ജ്വല്ലറീസ്, ആനക്കൊമ്പിലും വജ്രങ്ങളിലും തീർത്ത സിംഹാസനങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രഷ്യസ് ഐറ്റംസിൻ്റെ കലവറയാണ് ഈ പാലസ്. മോർണിംഗ് 8:30 മുതൽ ഈവനിങ് 5:30 വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തായതുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചേരാൻ വളരെ എളുപ്പമാണ്. രാജകുടുംബം ഈ കൊട്ടാരം 1991 പൊതുജനങ്ങൾക്കായി ഒരു മ്യൂസിയമായി തുറന്നു കൊടുത്തു. അതിനാൽ ഇപ്പോഴും ഈ കൊട്ടാരം രാജകുടുംബത്തിൻ്റെ സംരക്ഷണത്തിലാണ്. പഴമയുടെ പ്രൗഢിയും ഐതിഹ്യവും കോർത്തിണക്കിയ ഈ പാലസിൽ വരുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ആംബിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രം വന്നാൽ നിങ്ങൾ മസ്റ്റായിട്ടും പാലസ് വിസിറ്റ് ചെയ്യാം.